ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്ക് ATS ഓൺലി റെസ്യൂമിൽ ആഡ് ചെയ്യണ്ട എന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇതുവരെ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഓൾറെഡി ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്ക് ATS ഓൺലി റെസ്യൂമിൽ ആഡ് ചെയ്തവർ ആരും ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ATS ഓൺലി റെസ്യൂമിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്ക് ആഡ് ചെയ്തിരിക്കും. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് റെസ്യൂമാണ് എടുക്കുന്നത്. സെയിം കണ്ടന്റ് സെയിം പ്രൊഫൈൽ തന്നെ. ആകെ ഒരു വ്യത്യാസം വരുത്തുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്നിൽ ആഡ് ചെയ്തിട്ടും ഒന്നിൽ ആഡ് ചെയ്യാഞ്ഞിട്ടുമാണ്. ഈ കാണുന്നതാണ് ഇതിന്റെ ഡിഫറൻസ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആഡ് ചെയ്യാത്ത റെസ്യൂമിന് കിട്ടുന്ന സ്കോർ 85 ആണ്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ വരുന്നത് 88 ആണ്. അപ്പോൾ ഒരു 3 സ്കോർ 3 മാർക്സ് നമുക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റും. ATS സ്കോർ കൂട്ടാനും സഹായിക്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആഡ് ചെയ്യുന്നതിലൂടെ. ഇതുകൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഗൂഗിളും നമ്മളോട് പറയുന്നത് ഷുഡ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് യുവർ ലിങ്ക്ഡിൻ URL ഓൺ യുവർ റെസ്യൂം എന്ന് തന്നെയാണ്. ATS ഓൺലി റെസ്യൂമിൽ ലിങ്ക്ഡിൻ്റെ ലിങ്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം.